ഒരു സെക്സ് ഇപ്പം ദിയ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും. ആ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റേപ്പ് സീൻ ചെയ്യാൻ ആർക്കും തയ്യാറല്ലെങ്കിൽ എന്നെ വിളിക്കും. അതിനകത്ത് ന്യൂഡ് വേഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കും. ആ ഡിമാൻഡ് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഡയറക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വന്ന് ചെയ്യും. അത് ചെയ്യാൻ ഞാൻ മനസ്സ് കാണിക്കുന്നതും അത് പെർഫെക്ഷനിൽ കൊണ്ടുവന്നെങ്കിലേ എനിക്ക് അവാർഡ് കിട്ടത്തുള്ളൂ, അല്ലേ? പക്ഷേ അതല്ലാതെ അതേ ടൈപ്പ് ഞാൻ പബ്ലിക്കായിട്ട് റോഡിലൂടെയോ പബ്ലിക് പ്ലേസിലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനം എടുക്കുമോ? അപ്പോൾ പൊതുബോധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങൾ, പബ്ലിക്ക് ഏറ്റവും വലുതാണ്. ആര് പറഞ്ഞാലും എനിക്കെന്തെന്ന് ചോദിക്കുന്ന സെൽഫിഷ് മെൻറ്റാലിറ്റികൾ അധികകാലം മുമ്പോട്ട് പോവില്ല. അവർക്കും ആവാം എന്തും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് വസ്ത്രധാരണവും മറ്റ് പലതും ഒക്കെ ലഹരിയും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കക്കാരനായ ആൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ സൈലൻ്റായിട്ടാണ് എല്ലാം കണ്ടുകൊണ്ട്. ഒരു ഡേ വരും, എവരി ഡോഗ് ഹാസ് എ ഡേ, ദാറ്റ് ഡേ വിൽ കം എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ ശരിയാണ് എന്ന് ലോകം വിളിച്ചു പറയുന്ന, അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ എത്രയൊക്കെ വന്നാലും ഈ 110 കോടി അല്ലെങ്കിൽ നമ്മുടെ 4 കോടി 3.5 കോടി കഴിഞ്ഞു 4 കോടി മലയാളികളും നമ്മളെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഈ 5 വിരലും 5ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഈ 5 വിരലും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വൈകല്യം ഉണ്ടെന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ എൻ്റെ ആഗ്രഹം ഈ 5-ൽ 3 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് അത്രേ താല്പര്യമുള്ളൂ. ഇവർ 2 പേരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ 3 പേരെ ഞാൻ വെറുപ്പിക്കില്ല. അപ്പം മെജോറിറ്റി ആയില്ല.